നമ്മുടെ ചലഞ്ചിൻ്റെ 7ാമത്തെ ഡേ ആണ്. അങ്ങനെ നമ്മൾ 1 വീക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഈ ഡേയിൽ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നതൊക്കെ അലോവേര അങ്ങനെയുള്ള ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഇതുവരെ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുടിയിൽ. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന, അതായത് ഷാമ്പൂ വാഷൊക്കെ ചെയ്യുന്ന ഒരു ഡേ ആണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലേക്കും ഓയിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ എല്ലാ ഡേയിലും വളരെ കുറച്ച് ഓയിലായിരുന്നു അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ കുറച്ച് ഓയിലാണ് സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്ത്തിലേക്കാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഡേയിൽ നമ്മൾ ആ ഒരു കാര്യം കുറച്ചൊന്ന് കൂടുതലാക്കുകയാണ്. അതായത് അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുക്കുക, നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലേക്കും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഹെയർ ഓയിൽ ഇതുപോലെ ഒരു കുഞ്ഞൊരു ബൗളിലേക്ക് അത്യാവശ്യം നല്ലോണം, മുടിയുടെ ലെങ്തൊക്കെ നന്നായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുക്കാം, നല്ലോണം ഓയിൽ എടുക്കുക. നിങ്ങളുടെ ഹെയർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ അത് എടുക്കുക, അത്യാവശ്യം നല്ലോണം എടുക്കുക. എന്നിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക, തലയോട്ടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഹെയർ ഓയിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ വളരെ കുറച്ച് ഓയിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെയർ പാക്കുകളുടെയും അതുപോലെ തന്നെ അല്ലാണ്ട് അഴുക്കും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം തല കുളിർക്കൊന്നും എണ്ണ അങ്ങനെ തേക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേയിൽ നന്നായിട്ട് നമ്മുടെ തലയൊന്ന് നന്നായിട്ട് തണുക്കണ പോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് ഓയിലിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലേക്കും അത്യാവശ്യം നല്ലോണം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഒരു എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കും പൊടിയും പിന്നെ നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്ത ഈ ഒരു വീക്കിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഹെയർ പാക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഡീപ്പ് ഓയിലിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് മുടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തും എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഹെയർ ഓയിലിങ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഒരു 2 സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് നന്നായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ഡേയിലെ ഹെയർ പാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മുടി കുറച്ചൊന്ന് തിക്കായ പോലെ തോന്നുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ആ ഒരു ഹെയർ പാക്കിന് ശേഷമുള്ള എൻ്റെ ഹെയറാണ് നിങ്ങൾ കാണുന്നത്. ഇന്നലത്തെ രാത്രിയിൽ ഞാൻ ഹെയർ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്ന് ഡീപ്പ് ഓയിലിംഗ് ആയതുകൊണ്ട് ഞാൻ തലേന്ന് നൈറ്റ് ഹെയറിൽ സ്കാൽപ്പിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഹെയർ പാക്കിന് ശേഷമുള്ള എൻ്റെ മുടി കറക്റ്റ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഹെയർ പാക്കിൻ്റെ ഒരു കളറും കൂടി എൻ്റെ മുടിയുടെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം കേട്ടോ. അത് പിന്നെ കുറച്ച് ലൈറ്റും കൂടി പുറത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് ആണ് ആ ഒരു കളർ ചേഞ്ച് അറിയാൻ പറ്റുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ അത് ആ ഒരു ഹെയർ പാക്കിൻ്റെ കളറും ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഇതിലും കൂടി അത് കുറച്ച് നന്നായിട്ട് വ്യക്തമായിട്ട് കാണുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹെയർ പാക്ക് നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ, അതായത് ഡാൻഡ്രഫ് മൂലമാണ് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു 1 വീക്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് അല്ലാത്ത രീതിക്കുള്ള മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് എന്തായാലും
കുറഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ലോണം ആ ഒരു ഹെയർ ഫോളിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. എൻ്റെ ഈ ഒരു വീക്കിൽ ഹെയർ ഫോളിൻ്റെ, അതായത് മുടി കൊഴിഞ്ഞതിൻ്റെ ഒരു ചേഞ്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം, അതിൻ്റെ ഈ ഒരു 1 വീക്കിൽ അപ്ഡേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ, ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസത്തെ മുടി കൊഴിച്ചിലെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ അവസാനം ഞാൻ മറന്നു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒരാഴ്ച കൂട്ടി വെച്ചിട്ട് അത് ഫുള്ളായിട്ട് ആ ഒരു വീക്കിൻ്റെ അവസാനം കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാകും. അങ്ങനെ ഞാൻ എൻ്റെ ഓരോ ദിവസത്തെയും മുടി കൊഴിച്ചിൽ അതെടുത്തിട്ട് മുടിക്കെട്ടെടുത്തിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീക്കിൻ്റെ അവസാനം ഈ ഒരു വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് കാണിച്ചു തരാം കേട്ടോ, അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ സ്കാൽപ്പ് ഇഷ്യൂസിൻ്റെ പേരിൽ മുടി കൊഴിയുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു 1 വീക്കിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് 100% ഷുവറായിരിക്കും കേട്ടോ. കാരണം ഡാൻഡ്രഫ് ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അത് ഈ ഒരു വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു മുടി കൊഴിച്ചിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഹെയർ പാക്കിലൂടെ തന്നെ എനിക്ക് നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഡാൻഡ്രഫ് എനിക്ക് പിന്നെയും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കെയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ നിന്നും എന്താ പറയുക, നമ്മുടെ തലയോട്ടിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പാക്കിലൂടെ എൻ്റെ മുടി കൊഴിച്ചിലിന് നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഹെയർ ഓയിലിങ്ങും അതുപോലെ തന്നെ ഡീപ്പ് ക്ലീനിങ് കൂടി ആകുമ്പോഴത്തേക്കും അതിൽ നന്നായിട്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇന്നത്തെ ഡേയിലെ മുടി കൊഴിച്ചിലും എല്ലാം കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴാണെങ്കിലും സ്കാൽപ്പിലേക്ക് ഓയിലിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞൊരു പാത്രത്തിലെടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ വിരലുകളൊക്കെ അതിൽ മുക്കിയിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് എല്ലായിടത്തും ആ ഒരു ഓയിൽ എത്തും കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പം കുറച്ചായിരുന്നു ആ ഓയിൽ എടുത്തത്, എനിക്ക് തികഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി ഓയിൽ എടുക്കുന്നുണ്ട്, എക്സ്ട്രാ മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം നമ്മളിന്ന് ഓയിൽ എടുത്തിട്ട് യൂസ് ചെയ്യുന്ന, അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ. അങ്ങനെ മുടിയുടെ തുമ്പ് വരെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും കേട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് ഇനി ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഓയിൽ ആപ്ലിക്കേഷന് ശേഷം മുടി വാരിക്കിട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഇന്നത്തെ ഡേയിൽ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ഷാമ്പൂ ആണോ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഷാമ്പൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ നാച്ചുറലായിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് താളി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഉലുവ പാക്ക് ഇടാം. അങ്ങനെ നാച്ചുറൽ എന്താ പറയുക ഷാമ്പൂസായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതിട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കെമിക്കൽ ഷാമ്പൂസിന് പകരം നാച്ചുറൽ ഷാമ്പൂസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷാമ്പൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡേയിൽ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ദീദി ഷാമ്പു ആണ്. ഇതിൽ ഡെയിലി ഹെർബൽ ഷാമ്പൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതങ്ങനെ ഡെയിലി ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഷാമ്പൂസാണ് ഇതിലേറെ നല്ലത്. അപ്പം ഞാൻ ഈ ഒരു ഷാമ്പു എങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ, ഒരു ചെറിയ പാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഈ ഇങ്ങനത്തെ ഷാമ്പൂസും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്.
നമ്മൾ ഡയറക്റ്റ് അത് മാത്രം എടുത്തിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും എന്താ പറയുന്നത്, ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് നിങ്ങളൊന്ന് കലക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ ദേ 1 മണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഞാനൊന്ന് ഒഴിച്ച് കൊടുത്ത് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഷാമ്പു യൂസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഇതിൽ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് ഷാമ്പൂ യൂസ് ചെയ്ത് മുടി കഴുകിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നാളത്തെ ഡേയിൽ നമുക്ക് പ്രത്യേകിച്ച് പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡീപ്പ് ഓയിലിങ്ങും ഷാമ്പൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ വെക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നൈറ്റിൽ സ്കാൽപ്പിൽ മാത്രം ഹെയർ ഓയിൽ വെക്കാം. ഇല്ലാത്തവർക്ക് നാളത്തെ ഡേയിൽ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി വളരെ കുറച്ച് ഓയിൽ കേട്ടോ, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. നാളെ ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ ഓയിൽ എടുക്കുക, വെറുതെ ഹെയർ വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ നാളത്തെ ഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ മുടി കഴുകുന്ന സമയത്ത് മുടി ഇങ്ങനെ താഴേക്ക് വലിച്ചു പിടിച്ചിട്ട് കഴുകല്, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു വെള്ളം കളയുക ചെയ്യാവൂ. മുടിയിട്ട് വലിച്ചെടുക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ മുടി കുറേ പൊട്ടി പോട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരാഴ്ചത്തെ എന്താ പറയുക അഴുക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തോർത്തൊക്കെ എടുത്തിട്ട് മുടി നന്നായിട്ടൊന്ന് തോർത്തി എടുത്തിട്ട് കെട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡേയിൽ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിനി 9ാമത്തെ ഡേയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ കൂടാതെ നിങ്ങളിതിൻ്റെ കൂടെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഉറങ്ങണം, നിങ്ങൾക്ക് എക്സസൈസ് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, വെയിൽ കൊള്ളണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇതിനോടൊപ്പം തന്നെ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.